എന്തുകൊണ്ടാണ് മലയാളികൾ സാലറി ട്രാപ്പിൽ കുടുങ്ങിക്കിടക്കുന്നത്? ഹലോ, എന്റെ പേര് റിനോ ഫിലിപ്പ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഞാൻ ഓൺലൈനിൽ സെക്കൻഡ് ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ കമ്മ്യൂണിറ്റിയുടെ പേരാണ് സ്മാർട്ട് മൈൻഡ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കാര്യം ഓണസ്റ്റ് ആയിട്ട് പറയാം, നിങ്ങളുടെ സാലറി കൂടുന്തോറും നിങ്ങളുടെ ഫ്രീഡം ലിമിറ്റഡ് ആകുന്ന ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ട്രാപ്പിലാണ് നാം ഭൂരിഭാഗം മലയാളികൾ. സാലറി കൂടും, EMI കൂടും, ലൈഫ് അപ്ഗ്രേഡ് ആകും, സാലറി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള അവസ്ഥ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ പെട്ടെന്ന് ഇന്നത്തെ ഈ AI പോലെയുള്ള കാര്യങ്ങളുടെ ലോകത്ത് പെട്ടെന്ന് ജോലി പോയാൽ എല്ലാം നഷ്ടപ്പെടും. ഇന്നത്തെ വീഡിയോയിൽ നാം സംസാരിക്കുന്നത് ഈ സാലറി ട്രാപ്പിനെ പറ്റിയാണ്. എന്താണ് ഈ സാലറി ട്രാപ്പ്? എങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിക്കും? എങ്ങനെ ഇത് അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ എസ്കേപ്പ് ചെയ്യാൻ സാധിക്കും? അതിന് മാർഗങ്ങളുണ്ടോ? അതിനെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. പക്ഷെ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് നാം എവിടെ, ഈ സാലറി ട്രാപ്പിന്റെ എവിടെയാണ് നാം നിൽക്കുന്നത് എന്നുള്ളതാണ്. കാര്യങ്ങൾ കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് ഒരു ചെറിയൊരു കാൽക്കുലേഷൻ നടത്താം. ഒരു ആവറേജ്, ഒരു സാധാരണ മലയാളിയുടെ ഒരു മാസ ശമ്പളം 40,000 രൂപ, 40,000 എന്ന് കരുതാം. ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ പല ആവശ്യങ്ങൾ, അവരുടെ ജീവിത ചെലവുകൾ, കുഞ്ഞുങ്ങളുടെ പഠനം, മറ്റു ആവശ്യങ്ങളെല്ലാം കൂട്ടി ഓരോന്ന് മാറിക്കഴിയുമ്പോൾ ഒരു മാസം 5,000 രൂപ എങ്കിലും സേവിങ്സ് വന്നു എന്ന് നമുക്ക് ധരിക്കാം. ഒരു മാസം 5,000 രൂപ സേവിങ്സ് ആയെങ്കിൽ 12 മാസം കൊണ്ട് അത് 60,000 രൂപയാകുന്നു. അത് 10 കൊല്ലം കൊണ്ട് 6 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ എമർജൻസി ആയിട്ടുള്ള പല എക്സ്പെൻസും കടന്നു വരാറുണ്ട്. മിക്ക കുടുംബങ്ങളും ഒരു സീറോ ബാലൻസിലാണ് ഒരു മാസത്തിന്റെ അവസാനം കടന്നു പോകുന്നത്. അടുത്ത മാസം ശമ്പളം വരുമ്പോഴാണ് അടുത്ത മാസത്തെ കാര്യങ്ങൾ തിരിഞ്ഞത്. എത്ര കാലം നമ്മൾക്ക് ഇങ്ങനെ സീറോ ബാലൻസിൽ മാസാവസാനം കടന്നു പോകാൻ സാധിക്കും? ഇതാണ് സാലറി ട്രാപ്പ്. നമ്മൾ എത്രമാത്രം കൂടുതൽ ഏൺ ചെയ്യുന്നു അത്രമാത്രം നാം സ്പെൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ഉള്ള ഒരു ട്രാപ്പിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് സാലറിക്ക് തുല്യമായ ഒരു ഇൻകം നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഡിപ്പെൻഡൻസി, സാലറി കിട്ടുന്ന ആ ഡിപ്പെൻഡൻസിയിൽ നിന്ന് മാറാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇന്ന് പല സ്ഥലങ്ങളിലും, പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ഒരേപോലെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഈ സാഹചര്യം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നാം വളരെ ഹൈ ലിറ്ററസി ഉള്ള ഒരു സ്ഥലമാണ്. നല്ല ക്വാളിഫൈഡ് ആയ ആൾക്കാർക്ക് ചെറിയ ജോലി ചെയ്യാൻ മടിയാണ്. എന്നാൽ നല്ല ക്വാളിഫൈഡ് ആയുള്ള ആൾക്കാർക്ക് അതിന് തക്കതായിട്ടുള്ള ഒരു വരുമാനം കിട്ടുന്ന ജോലി നമ്മുടെ പല സ്ഥലങ്ങളിലും ലഭിക്കുന്നില്ല. രണ്ട്, നമ്മുടെ ഗൾഫ് ഡിപ്പെൻഡൻസിയാണ്. നമ്മുടെ വരുമാനത്തിന്റെ ഒരു ഭൂരിഭാഗം എമൗണ്ട് വരുന്നത് ഗൾഫിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ടവർ അയക്കുന്ന എമൗണ്ടിൽ നിന്നാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നത്. എപ്പോഴും ഒരു ഇമ്പാക്റ്റ് ആണ്. അവിടെ ഗൾഫിൽ ഒരു ഇമ്പാക്ട് നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ അത് നേരെ പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത്. മൂന്ന്, ഒരു ബ്രെയിൻ ഡ്രെയിൻ ആണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമ്മുടെ ബെസ്റ്റ് ടാലന്റ് പലരും കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ, ബാംഗ്ലൂർ, ചെന്നൈ അല്ലെങ്കിൽ ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വിദേശ സ്ഥലങ്ങളായ ഗൾഫ്, US, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ആൾക്കാർ പോകുന്നു. കാരണം അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഏറ്റവും മികച്ച സാഹചര്യം ലഭിക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ നല്ല കഴിവുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ നമുക്ക് ലഭിക്കുന്നില്ല. കൊറോണ കാലത്ത് നമുക്ക് അറിയാവുന്നതുപോലെ എത്ര പേർക്കാണ് ജോലി നഷ്ടപ്പെട്ടത്? നാം സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ച പല കാര്യങ്ങളിലും നഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ആ കാലത്ത് കണ്ടത്. ഈ ഒരു ട്രാപ്പ് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു സിമ്പിൾ റൂൾ ഇതാണ്: നിങ്ങളുടെ മന്ത്ലി ഇൻകത്തേക്കാൾ അല്ലെങ്കിൽ അതിന് തുല്യമായ രീതിയിൽ ഒരു പാസീവ് ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ സാലറി ട്രാപ്പിൽ നിന്നും ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കും. പക്ഷെ എങ്ങനെ ആ പാസീവ് ഇൻകം കണ്ടുപിടിക്കാൻ സാധിക്കും? ഉദാഹരണത്തിന്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലെ പോലെ 50,000 രൂപ ശമ്പളമുള്ള ഒരു വ്യക്തിക്ക് അതേ എമൗണ്ട് ഉള്ള ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ സാലറി ഒരു ഓപ്ഷണൽ ഇൻകം ആയിട്ട് മാറും. പക്ഷെ എങ്ങനെ ആ എമൗണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും? നമ്മൾക്ക് ഇന്ന് ധാരാളം അറിയാവുന്നത് പോലെ നമുക്ക് പല മാർഗങ്ങളിലൂടെ ചെയ്യാൻ സാധിക്കും. ഒന്നാമതായി നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ
അങ്ങനെയുള്ള ഒരു സ്ഥിര നിക്ഷേപം ചെയ്തു കഴിയുമ്പോൾ മാസാമാസം നമുക്ക് ഇത്ര രൂപ നമുക്ക് ലഭിക്കും. 50,000 രൂപ മാസം നമുക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ എത്ര ക്യാപിറ്റൽ, എത്ര മൂലധനം നമുക്ക് ആവശ്യമുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം പേർക്കും അത്രയും വലിയൊരു ക്യാപിറ്റൽ ഉണ്ടാക്കുവാൻ വളരെ പ്രയാസമുണ്ട്. ഇനി എങ്ങനെ നമ്മൾക്ക് ആ വരുമാനം ലഭിക്കും? രണ്ടാമത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു മേഖലയാണ് ഫ്രീലാൻസിങ് അല്ലെങ്കിൽ കൺസൾട്ടിങ്. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ അതിന്റെ ഒരു പരിമിതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നു എന്നതിനെ അനുസരിച്ചാണ്. നാം ജോലി ചെയ്തു കഴിയുമ്പോൾ അതിന് തക്കതായ പ്രതിഫലം ലഭിക്കുന്നു. എന്നാൽ നാം ജോലി ചെയ്തില്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നില്ല. എക്സാമ്പിളായി നമുക്കൊരു അസുഖം വന്നു, നമുക്കത് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. ഫ്രീലാൻസറിന് ആ ദിവസങ്ങളിൽ വരുമാനം ലഭിക്കുന്നില്ല. അതിന് ഒരു പരിമിതിയാണ്. മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അസറ്റ് ബേസ്ഡ് ഇൻകം. നമ്മളൊരു അസറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മെറ്റീരിയൽ ഉണ്ടാക്കുക, അത് നമ്മൾക്ക് സെൽ ചെയ്യുക, അത് നമ്മൾക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക, അത് മറ്റുള്ളവർക്ക് ആവശ്യത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ അത് റീസെൽ ചെയ്യാണ്. കാരണം ഒരു പ്രോഡക്റ്റ്, ഒരു ഡിജിറ്റൽ അസറ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നാം ഒരു നേരത്തേക്കല്ല, ഒരു മാസത്തേക്കല്ല, ആജീവനാന്തം അത് നമ്മൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ എങ്ങനെയാണ് അങ്ങനത്തെ ഒരു ഡിജിറ്റൽ ഇൻകം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 3 ഒരു നല്ലൊരു പാസീവ് ഇൻകം ആണ്. കാരണം അത് നമ്മുടെ ഈ ട്രാപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഏറ്റവും എളുപ്പത്തിൽ നമ്മളെ സഹായിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, നാളെ മുതൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇൻകം ലഭിക്കാൻ സാധിക്കും. ഇത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഡെഡിക്കേഷൻ വേണം, നമുക്കൊരു എഫേർട്ട് ആവശ്യമുണ്ട്, നമുക്കൊരു ഒരുക്കം ആവശ്യമുണ്ട്. അത് സ്ഥിരമായി നാം ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് എത്തുവാനും നമ്മുടെ ആ റെഗുലർ ആയിട്ടുള്ള സാലറിയെ ബേസ് ചെയ്ത് മാത്രം നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഈസിയായി പുറത്തു വരുവാൻ സാധിക്കും. സോ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. എല്ലാ ആഴ്ചകളിലും ഇങ്ങനെയുള്ള പല വീഡിയോസ്, എങ്ങനെ സെക്കൻഡ് ഇൻകം ഓൺലൈൻ വഴി എങ്ങനെ നേടാൻ സാധിക്കും, അത് വർക്കിംഗ് പ്രൊഫഷണൽസിന്, അല്ലാത്തവർക്ക്, വീട്ടമ്മമാർക്ക്, മറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എങ്ങനെ ഇതിലേക്ക് എത്തുവാൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് ആണ് നമ്മുടെ ഈ ചാനൽ വഴി നാം ലഭ്യമാക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ അകത്തെ ബെൽ ഐക്കണും സബ്സ്ക്രൈബും ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ മെത്തേഡിൽ ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനമോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസിനേക്കാൾ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽസിനേക്കാൾ ഉപരി നിങ്ങൾക്കൊരു ഡിവൈസ്, നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പാസീവ് ഇൻകം ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനും ശരിയായ രീതിയിൽ അതിൽ പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ വരുന്നത്. ഇതൊരു സീരീസ് ഓഫ് ലേണിംഗ് ആണ്. അത് ശരിയായി ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സാലറി ട്രാക്കിൽ ആണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം? നിങ്ങളുടെ കമന്റ്സ് നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ ഇടുക. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതാണ്. താങ്ക് യു.